മയിലുകളെ, നിങ്ങൾക്ക് ഇതൊരു തമാശ അല്ലേ? ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം സത്യമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ മാനസിക നില തെറ്റിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടൊന്നും അത്രയ്ക്ക് സേഫ് ഒന്നുമില്ല. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വീടാണ്. ഫ്രണ്ടിൽ കനാൽ, പുറകു വശം ഒരു പറമ്പാണ്. അവിടെ അത്യാവശ്യം കാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ തൊട്ട് പുറകിൽ കാടാണ്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും പാമ്പ് കയറില്ല. ചെറിയ കീഴുത ഇന്ന് 3-4 ദിവസത്തിന് മുമ്പ് ഒരു കൊച്ചുകുട്ടിയെ പാമ്പ് കടിച്ച് കൊന്നതേ ഉള്ളൂ, മരണപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളം കണ്ടുവരികയാണ്. ഇപ്പോൾ വീടുകളിൽ പാമ്പ് കയറുന്നത് ഒരു സീസൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം തീർച്ചയായിട്ടും. അപ്പോൾ എത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും മനുഷ്യർ പാമ്പ് കടിയേറ്റു. അപ്പോൾ അതൊക്കെ വെച്ച് ഇവർ തമാശ രൂപത്തിൽ മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഭീതി പരത്തുന്ന പരിപാടിയാണ് ഈ നായ്ക്കൾക്ക്. സത്യം എനിക്ക് ഇന്നലെ രാത്രി കണ്ടതിന് ശേഷം ഉറക്കമില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അവിടെ ഇവരൊക്കെ തമാശ രൂപത്തിൽ ഒരുപാട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ വന്ന റീല് മൊത്തം ഈ പാമ്പിൻ്റെ തന്നെയാണ്. കേരളത്തിൽ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ വീടുകളിലും പാമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും പാമ്പ് കടി കയറ്റാൽ പെട്ടെന്ന് നിങ്ങൾ 108 വിളിക്കുക. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതിന് മോശപ്പെട്ട രീതിയിലുള്ള റീലുകൾ നേട്ടത്തിൻ്റെ വേണ്ടിയും റീച്ചിന് വേണ്ടിയും നായ്ക്കളെ നിൻ്റെ അത്രയ്ക്ക് മാത്രം വിഷമം അത്രയ്ക്ക് മാത്രം വിഷമം. നാറികൾ, കുറേ കട്ടികൾ, കള്ള വീഡിയോകൾ മൊത്തം. ഒരു പാമ്പ് ഫ്രിഡ്ജിൽ കയറിയിരിക്കണം, അവൻ്റെ അമ്മേരെ മറ്റേൻ്റെ അടിയിൽ കയറിയിരിക്കുന്നത് പറയാൻ കാരണം എത്രയോ പേര് സേഫ് അല്ലാത്ത വീടുകളിൽ കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭീതി, ഇതൊക്കെ രാത്രി സമയങ്ങളിൽ കാണുമ്പോൾ ശരിക്കും ഭീതി വരുത്തുന്നുണ്ട്. നിങ്ങൾ ഏതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും അപകടകരമായി പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 108 വിളിക്കുക. 108 വന്ന് തീർച്ചയായിട്ടും നിങ്ങളെ ഏത് ഹോസ്പിറ്റലിലാണോ വാക്സിൻ സർക്കാർ കൊടുത്തിട്ടുള്ളത് അവിടെ പെട്ടെന്ന് എത്തിക്കുന്നതാണ്. പാമ്പ് കടി ഏറ്റ ഉടനെ തന്നെ 108 വിളിക്കേണ്ടതാണ്. സേഫായിരിക്കുക. വീടും പരിസരങ്ങളും എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സേഫായിട്ടിരിക്കുക.